വിട്ട ഭാഗം പൂരിപ്പിക്കുക. നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്. ഒരു ശ്രേണിയാണ്. ശ്രേണിയിൽ സംഖ്യകളല്ല, ചിത്രങ്ങളാണ്. ഒന്നാമത്തെ ചിത്രം, രണ്ടാമത്തെ ചിത്രം, മൂന്നാമത്തെ ചിത്രം, നാലാമത്തെ ചിത്രം. ഇവിടെയാണ് നമുക്ക് ഏത് ചിത്രമാണ് വരിക നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ആദ്യത്തെ ചിത്രം എന്താ? ഇത് വൃത്തത്തിൻ്റെ അകത്ത് ത്രികോണം. വൃത്തത്തിൻ്റെ അകത്ത് ത്രികോണം. വൃത്തത്തിൽ ത്രികോണം. അടുത്തതോ വൃത്തത്തിൻ്റെ അകത്ത് സമചതുരം. വൃത്തത്തിൽ സമചതുരം. വൃത്തത്തിൻ്റെ അകത്ത് സമചതുരം. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? പുറത്ത് ഒരുപോലെയാണ്. പുറത്ത് രണ്ട് വൃത്താണ്. ഉള്ളിലത്തെ ചിത്രം ആദ്യം ത്രികോണം മാറി സമചതുരായി. ത്രികോണം മാറി സമചതുരായി. അടുത്തേക്ക് പോകുമ്പോഴോ ഈ ചിത്രം നേരെ വിപരീതമായി. ഇവിടെ എന്താണ്? ത്രികോണം അകത്തും വൃത്തം പുറത്തു വരുന്നത്. നിങ്ങൾ വരുമ്പോഴൊക്കെയോ ത്രികോണം പുറത്തേക്ക് പോയി വൃത്തം അകത്തേക്കായി. ഇവിടുത്തെ നിങ്ങൾ വരുമ്പോൾ ത്രികോണം ഉള്ളിലും വൃത്തം പുറത്തു വരുന്നത്. അത് മാറി ത്രികോണം പുറത്തേക്കും വൃത്തം ഉള്ളിലേക്കുമായി. ഒന്നാമത്തേനും മൂന്നാമത്തേക്ക് പോകുമ്പോൾ അതുപോലെ രണ്ടാമത്തേലും നാലാമത്തേക്ക് വരുമ്പോൾ അതിനെ തിരിച്ചെഴുതിയാൽ മതി. എന്താണ് ഇവിടെ? എന്താ? സമചതുരം അകത്തും പുറത്ത് വൃത്തമാണ്. സമചതുരം അകത്ത് പുറത്ത് വൃത്തം. അപ്പോൾ നമുക്ക് എന്താവും? വൃത്തം ഉള്ളിലും പുറത്ത് സമചതുരവും വരണം അല്ലേ? വൃത്തം ഉള്ളില്, വൃത്തം ഏകദേശം ഇത്രയാണ് കേട്ടോ. വൃത്തം ഉള്ളില്, സമചതുരം പുറത്ത്. വൃത്തം ഉള്ളില്, സമചതുരം പുറത്ത്. അപ്പോൾ എന്ത് വരും? സമചതുരത്തിനകത്ത് വൃത്തം എന്ന് വരും അല്ലേ? സമചതുരത്തിനകത്ത് വൃത്തം. അതാണ് ഉത്തരം.